രണ്ടാം പിണറായി സർക്കാരിന് പ്രവർത്തന മികവില്ല എന്ന് CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ വിമർശനം. പ്രകടന പത്രികയിൽ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചുവെന്നും കുറ്റപ്പെടുത്തൽ. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടിന് കാരണക്കാർ ജില്ലാ നേതൃത്വമെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. 24 ബ്രേക്കിംഗ്. സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇങ്ങനെ ഓരോ ജില്ലാ സമ്മേളനങ്ങളിലും പലതരത്തിലുള്ള വിമർശനങ്ങൾ, അതൊരു സ്വയം വിമർശനത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ കാര്യം വളരെ ഗൗരവമേറിയതാണ്. പല വിഷയങ്ങളിലും പാർട്ടിക്ക് വീഴ്ച പറ്റി, പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നുള്ള രീതിയിൽ ഗൗരവമേറിയ കടുത്ത വിമർശനങ്ങൾ തന്നെ ഉയരുന്നു. കരുവന്നൂർ നമുക്കറിയാവുന്നതാണ്. പല സമയത്തും അതിലുണ്ടായിരുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ തെറ്റിപ്പോയി, അല്ലെങ്കിൽ കൃത്യമായി ഇപ്പോൾ ED അന്വേഷണം വന്നതൊക്കെ തന്നെ അതിനെയൊന്നും തടയിടാനോ അത് ഏത് രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണമെന്നതിലൊക്കെ തന്നെ പാർട്ടിക്ക് വീഴ്ച പറ്റി എന്നത് ഉൾപ്പെടെയുള്ള വലിയ ഗൗരവമേറിയ വിമർശനങ്ങൾ വന്നു എന്നാണോ? തീർച്ചയായും സ്മിത, ഗൗരവമേറിയ വിമർശനങ്ങൾ തന്നെയാണ് ഇന്നലെ നടന്ന പൊതുചർച്ചയിൽ ഉയർന്നിരിക്കുന്നത്. 19 പേരാണ് ഇന്നലെ പൊതുചർച്ചയിൽ പങ്കെടുത്തത്. അവരുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ പ്രവർത്തനം മികച്ചതായിരുന്നു. പക്ഷെ രണ്ടാം പിണറായി സർക്കാരിന് പ്രവർത്തന മികവില്ല എന്നുള്ളതാണ് ഈ പൊതുചർച്ചയിൽ ഉയർന്ന വികാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മികച്ച ഭരണം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ പ്രകടന പത്രികയെ സംബന്ധിച്ച് വലിയ ആക്ഷേപമാണ് ഉയർന്നത്. ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്ന കടുത്ത വിമർശനം ഉയർന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ഈ വീട്ടമ്മമാരുടെ പെൻഷൻ. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തും പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്തത് ഈ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് താഴെത്തട്ടിൽ അവർക്ക് ഇത് പറഞ്ഞു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതും നടപ്പാക്കാനായില്ല. നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതികൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തരുതായിരുന്നു എന്നുള്ളതായിരുന്നു ഈ പ്രതികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കരുവന്നൂർ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ഇത് ഇടപെടുന്നതിൽ നേതൃത്വത്തിന് വലിയ വീഴ്ചയുണ്ടായി. നേതൃത്വത്തിന്റെ മൗനമാണ് കരുവന്നൂരിൽ ദുരന്തം സൃഷ്ടിച്ചത്. ജില്ലാ നേതൃത്വം ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതായിരുന്നു ഈ പൊതുചർച്ചയിൽ ഉയർന്ന വിമർശനം. കരുവന്നൂരിന്റെ ക്രമക്കേടിന് കാരണക്കാർ ജില്ലാ നേതൃത്വം മാത്രമാണെന്നും ഒരു വേള ഈ പൊതുചർച്ചയിൽ പ്രതികൾ തുറന്നടിച്ചു. അതോടൊപ്പം തന്നെ EDക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. ശക്തമായ പ്രക്ഷോഭവും ഏതറ്റം വരെയും പോകും എന്ന നിലപാടും നേതൃത്വം എടുത്തിരുന്നുവെങ്കിൽ ED ഒരിക്കലും CPMനെതിരെ ഇത്ര കടുത്ത നിലപാടെടുക്കില്ലായിരുന്നു. മൗനം EDക്ക് വളം വെച്ചു കൊടുക്കുന്ന സമീപനമായി എന്നുള്ളതായിരുന്നു ഈ പൊതുചർച്ചയിൽ ഉയർന്ന വിമർശനം. അതോടൊപ്പം തന്നെ MV ഗോവിന്ദൻ, EP ജയരാജൻ തുടങ്ങിയവർക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഈ പൊതുചർച്ചയിൽ ഉയർന്നത്. ശരി, സുരേഷ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.